ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിക്കെതിരെയുള്ള ഒരു പരാതിയുമായിട്ട് ശരത്ത് പോലീസ് സ്റ്റേഷനിൽ എത്താണ്. അവിടെ വെച്ച് പോലീസുകാരൻ ചേച്ചി എപ്പോഴാണ് മിസ്സായതെന്നും എന്താ താൻ സച്ചിക്കെതിരെ പരാതി കൊടുക്കാനുള്ള കാരണം എന്ന് പറയണേ. അതെനിക്ക് പേടിയായിട്ട് സർ ഞാൻ കംപ്ലൈൻറ്റ് തന്നത്. സച്ചിയേട്ടൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അദ്ദേഹം ചേച്ചിയെ അടിക്കും, മാനസികമായിട്ട് പീഡിപ്പിക്കും, കുടിക്കുകയും ചെയ്യും എന്ന് പറയണേ. ഇന്ന് രാവിലെ എൻ്റെ അമ്മ ചേച്ചിയെ വിളിച്ചപ്പോൾ എപ്പോഴും സംസാരിക്കുന്ന പോലെയല്ല ചേച്ചി സംസാരിച്ചത്. എന്നെ എന്തിനാ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെച്ചത് എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനർത്ഥം അദ്ദേഹം എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയെന്നല്ലേ സർ. ചേച്ചിയെ കാണാതായതിന് പിന്നിൽ അദ്ദേഹമാണ് സർ. അദ്ദേഹത്തെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്താൽ ചേച്ചിക്ക് എന്താ പറ്റിയതെന്നറിയാം. പ്ലീസ് സാർ അന്വേഷിക്കണം സാർ എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരൻ തലയാട്ടാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സച്ചിയും ഫ്രണ്ടും കൂടി കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അപ്പോൾ പുറത്തിരുന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എടാ ഇപ്പം തന്നെ കംപ്ലൈൻറ്റ് കൊടുക്കണോ? 1-2 സ്ഥലത്തും കൂടി അന്വേഷിച്ചിട്ട് കംപ്ലൈൻറ്റ് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അച്ഛൻ പറഞ്ഞതല്ലേ കംപ്ലൈൻറ്റ് കൊടുക്കാൻ, വാ നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ കേട്ടോ സച്ചിയെ. അങ്ങനെ നമ്മുടെ സച്ചി ഓടി വന്നിട്ടായിരിക്കും കേട്ടോ ഒരു പോലീസുകാരനോട് പറയുന്നത്, സാർ എൻ്റെ വൈഫിനെ കാണാനില്ല എന്ന് പറയുന്നതും കേട്ട് ശരത്ത് അങ്ങ് ചെല്ലും. ഓ, ചേച്ചിയെ കാണാതായതാണോ അതോ നിങ്ങളെവിടെയെങ്കിലും പൂട്ടിയിട്ടിരിക്കുകയാണോ എന്നങ്ങ് ചോദിക്കുന്ന നേരത്തെ ശരത്തെ, ദേ എനിക്ക് തിളച്ച് നിൽക്കാട്ടെ, ഞാൻ വെറുതെ ഓരോന്ന് പറയല്ലേ എന്നങ്ങ് പറയുന്ന നേരത്തെ ശരത്ത് പറയും, എനിക്കറിയാം എൻ്റെ ചേച്ചിയെ നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട്. എടാ നീ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ശരത്തിനെ. അപ്പോഴേക്കും പോലീസുകാരൻ എടാ എന്ന് വിളിക്കുമ്പോൾ നിർത്താണേ. എന്നിട്ട് ആ പോലീസുകാരനോട് പറയുന്നുണ്ട് ശരത്ത്, സാർ ഇതാണ് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്. ഓ താനാണല്ലേ, ഇങ്ങോട്ട് ഒന്ന് വന്നേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, സാർ എൻ്റെ ഭാര്യയെ കാണാനില്ല, അതിന് കംപ്ലൈൻറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേ. അത് ശരി, തൻ്റെ ഭാര്യയെ കാണാതായതിന് പിന്നിൽ താൻ തന്നെയാണെന്നാണല്ലോ ഇവൻ പറയുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ ശരത്തിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കട്ടോ നമ്മുടെ സച്ചി. അതെ സാർ, ഇയാൾ എന്തോ ചെയ്തിട്ട് തന്നെയാ എൻ്റെ ചേച്ചി പോയത്, അല്ലെങ്കിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ എൻ്റെ ചേച്ചി എങ്ങോട്ടും പോവില്ല എന്ന് പറയട്ടെ ശരത്ത്. ഇവിടെ വന്നിപ്പോൾ കംപ്ലൈൻറ്റ് തരുന്നത് തന്നെ ഒരു നാടക സർ, അയാളെ സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് വീണ്ടും പ്രഷർ കൂടാണ് കേട്ടോ. ഡാ ശരത്തെ, നീ നിന്റെ കൺമുന്നിൽ കണ്ടതുപോലെ ഇങ്ങനെ പറയല്ലേ പറയുമ്പോഴേക്കും ആ പോലീസുകാരനെ ചൂടാവാൻ കേട്ടോ. എടോ ഇതൊരു പോലീസുകാരനാ, നിന്റെ മുറയൊന്നും ഇവിടെ വേണ്ട. ഇത് തന്നെയാ സാർ ഇയാളുടെ സ്വഭാവം. ഇപ്പൊ സാറിന് മനസ്സിലായി കാണുമല്ലോ, ചേച്ചിയെ കാണാതായതിന് പിന്നിൽ ഇയാൾ തന്നെയാണെന്ന് പറയാൻ കേട്ടോ വീണ്ടും ശരത്ത്. അപ്പോഴേക്കും ആ പോലീസുകാരെ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീയും നിന്റെ ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഫ്രണ്ട് ഓടി വന്നിട്ട് പറയുന്നുണ്ട്, ഇവൻ ഇന്നേ വരെ രേവതിയെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, പിന്നെ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ സൗന്ദര്യപ്പിണക്കം കാണുമല്ലോ, അത് ഇവരുടെ ഇടയിലുണ്ട് എന്ന് പറയുമ്പോൾ അതെ സാർ എന്ന് പറയട്ടോ സച്ചി. വേറെ വല്ല പ്രശ്നവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ, ഞാനും അവളും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല, ഞാൻ ഇന്ന് രാവിലെ മുതൽ തെരഞ്ഞു നടക്കുക, അവളുടെ ഫോണ് സ്വിച്ച് ഓഫാ, പ്ലീസ് സാർ ഒന്ന് അന്വേഷിക്കണം എന്ന് പറയാൻ കേട്ടോ സച്ചി കരഞ്ഞുകൊണ്ട്. വീണ്ടും ശരത്ത് ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ സച്ചിയുടെ ഫ്രണ്ട് വന്ന് പറയുന്നുണ്ട്, എടാ ശരത്തെ, ഇവൻ നിന്റെ ആരാ, ചേച്ചിയുടെ ഭർത്താവ് തന്നെയല്ലേ, ഇവനെ ജയിലിലിടാൻ വേണ്ടി നീ പലതും പറയുന്ന എനിക്കറിയാം എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചിൻ പറയുന്നുണ്ട്, ഇവൻ പറഞ്ഞല്ലോ ഇവന്റെ ചേച്ചിയാണ് ഇവന് മുഖ്യമെന്ന്. ഇവന്റെ ചേച്ചി വരെ പറഞ്ഞിട്ട് കേൾക്കാതെ സ്വന്തം കാര്യം നോക്കി നടക്കുന്നവനാ ഇവൻ. ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, എന്നോടുള്ള ദേഷ്യം കൊണ്ടാ ഇവൻ എൻ്റെ പേരിൽ ഒരു പരാതി തന്നതെന്ന് പറയണ്ടോ സച്ചി. സാർ ഒന്ന് അന്വേഷിക്കണം, എവിടെ ചെന്നാലും അവൾ നേരത്തെ വീട്ടിലെത്താറുണ്ട്, എന്നെ കാണാതെ അവൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞങ്ങൾ ഈ പരിസരത്തൊക്കെ അന്വേഷിച്ചു സാർ, സാറിനെ അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റൂ സാർ